ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മനുവിൻ്റെയും നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും എത്തുന്നതായിരിക്കും. നാളത്തെ അലീനയുടെയും മനുവിൻ്റെയും കഥയിലേക്ക് പോകുമ്പോൾ വളരെ രസകരമാകുന്ന, പ്രേക്ഷകരായി നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് നാളത്തെ കഥയിൽ കാണാൻ പോകുന്നത്. അതിൻ്റെ സൂചനകൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ വൈജയന്തിയുടെ മോളാണ് അലീന എന്ന സത്യം തിരിച്ചറിഞ്ഞ നമ്മുടെ രാജീവും ശിവശങ്കറിനും ഗംഗാധരനും നേരത്തെ അറിയാമായിരുന്നു. അങ്ങനെ ഗംഗാധരനിലൂടെ ഈ സത്യം മനസ്സിലാക്കിയ രാജീവും അതുപോലെ ശിവശങ്കറിനും ബാലചന്ദ്രന്റെ മുൻപിൽ ചെന്ന് മാപ്പ് അപേക്ഷിക്കും. ഈ സമയത്ത് അലീന എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അലീന ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് പറയുകയും അതിനുശേഷം അലീനയ്ക്ക് എന്തെങ്കിലും പോറൽ പറ്റിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ഞാൻ സുപ്രീം കോടതി കയറ്റുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്യുന്ന ബാലചന്ദ്രനെയൊക്കെയാണ് കാണുന്ന. ആ സമയത്ത് ഇല്ല, അവക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുകയും ഇതിനിടയിൽ കൊടുത്ത പരാതിയുടെ പുറത്ത് പോലീസുകാർ ബാലചന്ദ്രനെ അന്വേഷിച്ച് വരികയും ഈ സമയത്ത് ശിവശങ്കറിനും രാജീവുമാണ് അലീനയെ തട്ടിക്കൊണ്ടുപോയത് എന്ന സത്യം പറയുക. ഈ സമയത്ത് എന്തായാലും പോലീസുകാർ അവരെ ഉപദ്രവിക്കുന്നൊന്നുമില്ല കേട്ടോ. കാരണം ശിവശങ്കറിന്റെയും രാജീവിന്റെയും സപ്പോർട്ട് നിൽക്കുന്ന പോലീസുകാരനെയാണ് കണ്ടത്. എന്തായാലും പോലീസ് ഇടപെട്ട് എന്നാൽ അലീനയെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഭാഗമുണ്ട്. അതേ സമയത്ത് മറുഭാഗത്ത് വൈജയന്തിക്ക് അല്പം ബോധമൊക്കെ ലഭിച്ച് സംസാരിക്കാനും അല്ലെങ്കിൽ കേൾക്കാനൊക്കെ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. അപകടനില തരണം ചെയ്തു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നേഴ്സുമാർ വരികയും നേഴ്സുമാർ വന്നപ്പം അവിടെ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ നേഴ്സുമാർ തന്നെ വൈജിയോട് പറയുകയാണ്, ഇന്ന് മേഡത്തിനെ നോക്കുവാൻ വലിയ ആൾക്കാരൊന്നുമില്ല. കാരണം ചില സംഭവ വികാസങ്ങൾ ഇവിടെ നടന്നു. മേഡത്തിൻ്റെ മൂത്ത മോളാണെന്ന് പറഞ്ഞ് ഇവിടെ ബൈസ്റ്റാൻഡറായിട്ട് നിന്ന ആ പെൺകുട്ടിയെ ആരോ തട്ടിക്കൊണ്ടു പോയി എന്ന് പറയുകയാണ്. അപ്പോൾ ഈ മൂത്ത മോളാണ് എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി പതിയെ ഇവരുടെ മുഖത്തേക്ക് നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്താണ് പറയുന്നത്, ആ കുട്ടിയെ ആരോണ്ട് തട്ടിക്കൊണ്ട് പോയി, എല്ലാവരും അതിൻ്റെ പുറകെയാണ് എന്ന് പറയും. അപ്പം മനസ്സുകൊണ്ടൊന്ന് സന്തോഷിക്കുന്ന വൈജയനെയാണ് കാണുന്ന. കാരണം താൻ ആശുപത്രി കിടക്കയിലാണെങ്കിലും എൻ്റെ ശത്രുവായ അലീന മിസ്സായില്ലോ എന്നോർത്ത് അത് എൻ്റെ ചേട്ടന്മാർ തന്നെ ചെയ്തതായിരിക്കും എന്നൊക്കെ ഓർത്തായിരിക്കാം മനസ്സിൽ അല്പം സന്തോഷം തോന്നുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ആ സന്തോഷമൊക്കെ ഒടുവിൽ ദുഃഖകരമാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നതൊക്കെ നമുക്ക് വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാം. അങ്ങനെ അതേ സമയത്ത് മറുഭാഗത്ത് മനു അന്വേഷണം നടത്തുന്നു. ഈ സമയത്ത് ബാലചന്ദ്രൻ മനുവിനെ വിളിച്ച് പറയാം, മനു നീ ഇനി ഒരുപാടൊന്നും അലങ്ങേണ്ട, അലീനയെ കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അലീന എവിടെയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നിന്റെ അച്ഛനും ഇളയച്ഛനുമൊക്കെ കൂടി കാണിച്ച ഒരു ചതിയാണ്, അവൾ സുരക്ഷിതയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെങ്കിൽ ഞാൻ അവളെ കണ്ടെത്തുമ്പോൾ സുരക്ഷിത അല്ലെങ്കിൽ നിന്റെ അച്ഛനെയും നിന്റെ ഇളയച്ഛനെയും കാണിക്കാൻ പോകുന്നത് അതിപ്പോൾ ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ പറയുകയും. അപ്പോൾ എന്തായാലും അലീന തങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്, അച്ഛൻ്റെയും കൊച്ചച്ഛൻ്റെയും കസ്റ്റഡിയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം തോന്നുന്ന മനുവിനെയാണ് കാണുന്നത്. അങ്ങനെ മനു ബാലചന്ദ്രൻ്റെ ഇടയ്ക്കിലേക്ക് വിട്ട് പറന്നു വരുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്. അതിനുശേഷം കാണുന്ന പോലീസുകാരൻ്റെ അഹമ്പടിയോടുകൂടി അലീനയെ അന്വേഷിച്ച് അല്ലെങ്കിൽ അലീന എവിടെയാണ് കൊണ്ട് പാർപ്പിച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് പോകുന്ന ബാലചന്ദ്രനെയും പോലീസിനെയും അതുപോലെ ശിവശങ്കറിനെയും ഗംഗാധരനെയും രാജീവിനെയൊക്കെയാണ് കാണുന്നത്. അങ്ങനെ ഒടുവിൽ ആ അലീനയെ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്ന ആ വീട്ടിൽ എത്തുകയും പെട്ടെന്ന് ജനാല വഴി ബാലചന്ദ്രൻ വലിയൊരു ആർത്തി, അലീനയെ കാണാൻ വേണ്ടി ഒരു ആർത്തി, അല്ലെങ്കിൽ തൻ്റെ മോക്കെന്തോ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ആർത്തിയോടുകൂടി വെപ്രാളത്തോടുകൂടി ആ ജനലിലേക്ക് ചെല്ലുന്ന ബാലചന്ദ്രനെ കാണാം. അങ്ങനെ ജനലിലെത്തുമ്പോൾ അലീന ഒരു ഇരുട്ടുമുറിയിൽ അടച്ചിട്ടേക്കുന്ന അവസ്ഥ കണ്ട് അലീന മോളെ എന്ന് വിളിക്കുക. അപ്പോൾ ഇത് കേട്ടപ്പോൾ അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. കലങ്ങിയ കണ്ണുമായിട്ട് അലീന വളരെ അവശയായിട്ടുള്ള അലീന പെട്ടെന്ന് ഓടി ബാലചന്ദ്രൻ നിൽക്കുന്ന ആ ജനലിലേക്ക് ഓടുകയും ഒരു വെപ്രാളമൊക്കെ നമുക്ക് ആ ഭാഗത്ത് കാണാട്ടെ. നമ്മൾ കാണേണ്ട കാഴ്ച തന്നെയാണ്. തൻ്റെ അച്ഛനെ കണ്ട ആ സന്തോഷം, അല്ലെങ്കിൽ എല്ലാം തീർന്നു എന്ന് കരുതിയ സ്ഥലത്ത് നിന്ന് ഒരു വലിയൊരു പുതുജീവൻ ലഭിക്കുന്ന പോലെ അലീനയ്ക്ക് തോന്നുകയും അങ്ങനെ അലീന ബാലചന്ദ്രൻ അടുക്കൽ ചെല്ലുകയും രണ്ടുപേരും പരസ്പരം കണ്ണുകൾ കൊണ്ട് കണ്ണു നിറഞ്ഞ് പരസ്പരം ജനലിൻ്റെ അപ്പുറയും ഇപ്പുറയും നിന്ന് കെട്ടിപ്പിടിക്കുന്ന ചില ഭാഗങ്ങൾ അല്ലെങ്കിൽ തലോടുന്ന ചില ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട്. ഒടുവിൽ അതിനുശേഷം പോലീസുകാർ വന്ന് കഥ കുത്തിപ്പൊളിക്കുകയും ഈ സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി ഗംഗാധരൻ നിൽക്കുന്ന അലീനയൊക്കെ തന്നെ സഹോദരിയുടെ മോളെ കാണാൻ വേണ്ടി നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഒടുവിൽ പോലീസുകാരും ബാലചന്ദ്രനും ആ കഥ തല്ലിപ്പൊളിച്ച് അലീനയെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് വെളിയിലേക്ക് പോകുന്ന ഒരു ഭാഗമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. വീണ്ടും അടുത്ത ദിവസത്തെ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.